വർഷത്തെ സർവീസാണ് പെയിന്റിങ്ങില്. ഇന്ന് മുകളിൽ പോയിട്ട് എമർഷൻ അപ്പെക്സ് വൈറ്റ് അടിക്കാണ്, ക്ലാസിക് വൈറ്റ്. കുറച്ച് ക്ലീൻ 10 മൊത്തം 30 ലിറ്റർ വേണ്ടി വരും. ഇപ്പൊ 10 ലിറ്റർ എടുത്തിട്ട് പോയിട്ട് അടി തുടങ്ങാണ്, ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ് വർക്ക്. അപ്പോക്സി എമർഷൻ പറഞ്ഞ എമർഷൻ വാട്ടർ ബേസ് പെയിന്റ് ആണ്, മറ്റേ ഓയിൽ ബേസ് ആണ്, ടിന്നർ ബേസ്. അതാണ് രണ്ടും പാടുള്ള വ്യത്യാസം. അപ്പെക്സിൽ വെള്ളം ചേർത്തുന്നു. വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ചുമരിലെ ഭിത്തികളിലൊക്കെ അടിക്കാൻ പോണ്. അതാണ് രണ്ടും പാടുള്ള വ്യത്യാസം. പായലും പൂപ്പലൊന്നും പിടിക്കൂല. 5 വർഷത്തെ വാറന്റിയാണ്. 5 വർഷമാണ് കമ്പനി വാറന്റി പറയുന്നത്. 5 വർഷം വരെ ഒരു കുഴപ്പവും വരില്ല അത്. ഇനി എന്തെങ്കിലും ചളി എന്തെങ്കിലും ആയ കഴുകി കളയാം, നമുക്ക് വാഷബിൾ ആണ് പെയിന്റ്. അത് അംസ അംസേ ഞങ്ങൾ മുകളിലോട്ട് കേറുകയാണ് ഇല്ലേ. ഒരു ബ്രഷ് എടുക്കണം ഞങ്ങക്ക്. 2 ഇഞ്ച് ബ്രഷ് കൊണ്ട് അത് അടിക്കാം. 2 ഇഞ്ച് ബ്രഷ് ഞങ്ങൾ ഇതൊന്ന് എടുത്ത് പോയിട്ട് മുകളിൽ പോയി അടി തുടങ്ങുകയാണ്. ഇത് സ്ക്രാപ്പറാണ്, പിസറൊക്കെ ഉണ്ടെങ്കിൽ ചുരണ്ട ഉള്ളതാണിത്. ഈ ബ്രഷിലാണ് നമ്മൾ അപ്പോക്സി പ്രൈമർ ആദ്യം അടിക്കുക. സ്മൂത്ത് ആണ് ഈ ബ്രഷ്, ഇതുകൊണ്ട് അടിച്ചോണ്ട് ഫിനിഷിങ് കിട്ടും. ഇനി മുകളിലോട്ട് കയറുകയാണ്. ഓക്കെ, ഇന്നിപ്പോ നമ്മൾ ഇതേ വെറുതാണ്, വാട്ടർ ടാങ്കിന്റെ സ്റ്റാൻഡാണ്. വാട്ടർ ടാങ്കിന്റെ സ്റ്റാൻഡാണ്. ഇന്നിപ്പോ ഇത് വെറുതെ ടാങ്കിന്റെ ഉള്ളൊന്ന് ക്ലീൻ ആക്കണം, ടാങ്കൊക്കെ ഒന്ന് വൃത്തിയാക്കണം. പിന്നെ ഇത് വരച്ചിട്ട് ഇത് സ്റ്റാൻഡ് ഒന്ന് പെയിന്റ് അടിക്കണം. അതൊക്കെയാണ് ഇന്ന് ചെയ്യാൻ പോകുന്ന പണി. അപ്പോക്സി ബ്ലാക്ക് പെയിന്റ് ആണ് ഇതിൽ അടിക്കുന്നത്. ഇതിൽ 2 കോട്ട അടിക്കണം. ഇതില് മുകളിൽ എമർഷൻ അടിക്കുന്നുണ്ട്, ഡാം പ്രൂഫും അടിക്കുന്നുണ്ട്. ഇത് ക്ലീൻ ആക്കിയിട്ട് അത് ഈ കിനിവ് വരാതിരിക്കാന്, ലീക്ക് ഉള്ളിലേക്ക് വരാതിരിക്കാന്, അതിനാണ് ഡാം പ്രൂഫ്. താഴത്തേക്ക് അത് ഏഷ്യന്റെ നമ്മൾ ഇവിടെ അടിക്കാൻ പോണ്. ഡാം പ്രൂഫ് ഏഷ്യന്റെ. ഇത് ഞങ്ങൾ 1 മണിക്കൂർ കൊണ്ട് എല്ലാ പണി ഇതിന്റെ കഴിക്കുന്നത്. വെയിൽ ചൂടാകുമ്പോ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങും. ഇതെന്റെ അടി കഴിഞ്ഞിട്ട് ഇറങ്ങും. ഇന്ന് അംസ നമുക്ക് നേതൃത്വം തരുന്നത്, പാറക്കുള്ള അംസ. കുറച്ച് ക്ലീൻ ആക്കാണ് ആള്.